നമസ്കാരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കിടപ്പാടവും ഭൂമിയും നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്ന കർണാടക സർക്കാരിന്റെ വാഗ്ദാനത്തോട് കേരളം പ്രതികരിക്കാതിരുന്ന നിലപാടിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി 100 വീടുകൾ വെച്ച് നൽകാമെന്നായിരുന്നു കർണാടകയുടെ വാഗ്ദാനം. കേരള സർക്കാരിൽ നിന്ന് ഇതുവരേക്കും ഒരു മറുപടി ഇക്കാര്യത്തിൽ കിട്ടിയില്ല എന്ന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കത്ത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ഉദാഹരണമാണ്. ഓഗസ്റ്റ് 3 വയനാട്ടിൽ സന്ദർശനം നടത്തിയ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേരളത്തിനായി അയൽ സംസ്ഥാനത്തിന്റെ കൈത്താങ്ങായി മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് 100 വീടുകൾ വെച്ച് നൽകുമെന്നാണ് പ്രഖ്യാപിച്ചത്. കർണാടക മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം കർണാടക ചീഫ് സെക്രട്ടറി ഡോക്ടർ ശാലിനി രജനീഷ് കേരള ചീഫ് സെക്രട്ടറിയെ രേഖാമൂലം അറിയിക്കുകയുമുണ്ടായി. എന്നാൽ പിന്നീട് പിണറായി സർക്കാർ ഈ പദ്ധതി നടപ്പാക്കാൻ ഒരു നീക്കങ്ങളും നടത്തിയില്ല എന്ന് മാത്രമല്ല, കർണാടകയ്ക്ക് ഒരു മറുപടിയും നൽകിയുമില്ല. ഈ സാഹചര്യത്തിലാണ് സിദ്ധരാമയ്യ വീണ്ടും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തെഴുതേണ്ടി വന്നത്. ജൂലൈ 30 അർദ്ധരാത്രിയാണ് ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമഠം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. ദുരന്തം നടന്നിട്ട് ഏതാണ്ട് 141 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പുനരധിവാസത്തെക്കുറിച്ച് കേരള സർക്കാരിന് യാതൊരുവിധ പ്ലാനും പദ്ധതിയും ഇല്ല എന്നതാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് മണിക്കൂറുകൾ തോറും ജനങ്ങളെ കാണിക്കാൻ പിണറായി മുറവിളി കൂട്ടുമ്പോഴാണ് അയൽ സംസ്ഥാനം നൽകിയ വാഗ്ദാനം നടപടി സ്വീകരിക്കാത്ത വിവരം പുറത്തുവരുന്നത്. സമാനമായ വാഗ്ദാനം തെലങ്കാന സർക്കാരും നടത്തിയിരുന്നു. കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് പിണറായി സർക്കാർ വാഗ്ദാനം ചെയ്ത വാടക പോലും കൃത്യമായി ഇപ്പോൾ കൊടുക്കുന്നില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പ്രതിദിന ഭത്തയായി വാഗ്ദാനം ചെയ്തിരുന്ന 300 രൂപ പോലും മുടക്കമില്ലാതെ കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നുമില്ല. ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കേണ്ട പദ്ധതികൾക്കാവട്ടെ രൂപരേഖ പോലും ഇതുവരേക്കും പൂർത്തിയായിട്ടുമില്ല. സന്നദ്ധ സംഘടനകൾ, മത സാമുദായിക സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ തുടങ്ങി നിരവധി പേർ വീട് വെച്ച് നൽകാൻ സർക്കാരിന്റെ സന്നദ്ധത അറിയിച്ചിരുന്നതാണ്. അതിലൊന്നും തന്നെ ഒരു നടപടിയും എടുത്തില്ല. 4 മാസം കഴിഞ്ഞിട്ടും വീടുകൾ നിർമ്മിക്കാനുള്ള സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിക്രമം പോലും പൂർത്തിയായില്ല എന്ന് പറയേണ്ടി വരുമ്പോഴാണ് പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ദുരന്തം എത്രത്തോളമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനാവുന്നത്. 2018 പ്രളയ സമയത്ത് ആരംഭിച്ച റീബിൽഡ് കേരളയുടെ ഭാഗമായുള്ള പദ്ധതികളിൽ 6 വർഷം കഴിഞ്ഞിട്ടും 40% പോലും ഇനിയും ലക്ഷ്യം കണ്ടിട്ടില്ല. പുനരധിവാസത്തെക്കുറിച്ചാവട്ടെ വീമ്പ് പറയാൻ PR പ്രമോഷനുകളും കുറെ പത്രക്കുറിപ്പുകളും കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് മുറവിളി നടത്താനുമാണ് പിണറായിക്കും സിൽബന്ദികൾക്കും അറിയാവുന്നത്. ഒടുവിലിത 900 കോടിയിലേറെയാണ് പുനരധിവാസത്തിനും തീരദേശ സംരക്ഷണത്തിനും പ്രകൃതിക്ഷോഭ കെടുതികൾക്കുമായി വേണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരള കത്തോലിക്ക മെത്രാൻ സമിതി, ഓർത്തഡോക്സ് സഭ, മുസ്ലിം ലീഗ്, DYFI തുടങ്ങിയ സംഘടനകളും കർണാടക, തെലങ്കാന സർക്കാരുകളും രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരും വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട്. ഇതിനു പുറമെ വ്യക്തികളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള സമ്മതം സർക്കാരിനെ അറിയിച്ചിട്ട് മാസങ്ങളുമായി. സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ വൈകുന്നതാണ് മുഖ്യ തടസ്സമായി ബാക്കി നിൽക്കുന്നത്.